exclusive video about our new brand. Last month 7th-നാണ് നമ്മൾ ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. കേട്ടോ, ഞാൻ behind the scenes. Okay. സ്വാഗതം. സ്റ്റാൻഡേർഡ് ഉള്ള പരിപാടിയിലോട്ട് സ്വാഗതം. ഏകദേശം അറിഞ്ഞു കാണും നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്താണ്. നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഇത് വിചാരിച്ച ആരും പോയി അല്ല, ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാകുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പി മൂഡിലല്ലേ ഒരു പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മുടെ ഏത് വീഡിയോയും നമ്മളുടെ ഒരു പ്ലാനിങ്ങും ഇല്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമസ്കാരം, എല്ലാവർക്കും ചന്താർമയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളൊരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ അത് എത്ര ഫെമിലിയർ ആണെന്ന് അറിയില്ല, ഫെമിലിയർ ആവാൻ സാധ്യതയില്ല. ബട്ട് ഇൻസ്റ്റഗ്രാമിലെ എല്ലാവർക്കും ഏകദേശം അറിഞ്ഞു കാണും. നമ്മുടെ ബ്രാൻഡിന്റെ പേരെന്താണ്? നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഐത്താര അറ്റേലിയർ എന്നാണ്. നമ്മൾ അതിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതൊരു എന്താ പറയുക, ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ അബൌട്ട് അവർ ന്യൂ ബ്രാൻഡ് ഐത്താര അറ്റേലിയർ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്കിതൊരു ഇന്റർവ്യൂ സ്റ്റൈലിൽ പോയാലോ? ഇന്റർവ്യൂ സ്റ്റൈലൊന്നും ആക്കണമെന്നില്ല, ബട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ രീതിയിൽ നമുക്ക് കുറച്ചൊരു ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവും. ആൻഡ് ഈ വീഡിയോ കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് പോവും. ഇടയിൽ ഏട്ടന് പറയാനുള്ളതൊക്കെ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഐത്താര അറ്റേലിയർ? നമ്മൾ ഐത്താര അറ്റേലിയർ ഒരുപാട് നാളത്തെ ഒരു ഡ്രീമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഒരു വലിയൊരു ബ്രെയിൻ ചൈൽഡ് ഒന്നും അല്ല നമ്മുടെ ഐത്താര അറ്റേലിയർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചിട്ട് നമുക്ക് നേരത്തെ തന്നെ ഒരു തോട്ട് ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് തുടങ്ങുമെന്നൊട്ടും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നില്ല ഇത്. അതെ. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പ്യുവർലി ഒരു ഇൻട്രസ്റ്റിനെ എങ്ങനെ ബ്രാൻഡാക്കി മാറ്റാം എന്ന് ഞാൻ ചിന്തിച്ചു. അതിന് സപ്പോർട്ടായിട്ട് ഏറ്റു കൂടെ നിന്നു. അങ്ങനെയാണ് ഈ ബ്രാൻഡ് ഉണ്ടാവുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് തന്നെ പറയണം. ഈ ബ്രാൻഡിന്റെ ബാക്കിലുള്ള ഐഷുവിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനെ നമ്മളൊരു ബിസിനസ് ആക്കി മാറ്റിയതാണ്. ആക്ച്വലി ഒരു എൻ്റെ മനസ്സിൽ ഇത് കുറച്ച് കാലം പറഞ്ഞാൽ നോട്ട് എ വേ ബാക്ക്, അതെ അതെ. അപ്പോൾ അതിന് നമുക്കൊരു സാഹചര്യമോ നമുക്ക് കുറച്ച് ടൈമൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അത് ഏട്ടൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്തു. നമുക്കിങ്ങനെ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ പിന്നെ എൻ്റെ ഈ ഒരു കാര്യം എന്നല്ല കേട്ടോ, എൻ്റെ എല്ലാ കാര്യത്തിനും ഒന്നിനൊരു നോ എന്ന് പറയാറില്ല. മേ ബി നമുക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്, സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മാറി ഫീസിബിലിറ്റി നോക്കിയിട്ട് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറയാറുണ്ട്. നെഗറ്റീവ് പറയാറില്ല. അപ്പൊ എന്താണെങ്കിലും ഏറ്റവും എന്ത് ചെയ്തു വെച്ചാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം എന്നുള്ളൊരു ലൈനിലെത്തിയപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു ധൈര്യമായി. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു തോന്നുന്നു, ഒരു 2-3 days മാത്രം ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തു. അതേപോലെ നമ്മൾ സ്റ്റോക്ക് അല്ലേ, നമ്മുടെ ഇനീഷ്യൽ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഐത്താര അറ്റേലിയർ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആദ്യം ഞാൻ ഐത്താര, അപ്പോൾ ഏറ്റവും എന്താണ് ഐത്താര അറ്റേലിയർ എന്ന് എന്നോട് ചോദിച്ചു. ആ പോയിന്റിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു പേര് അത് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തതെന്നൊക്കെ ആദ്യം ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഈ ഒരു ബ്രാൻഡ് മനസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിച്ചത് ചെന്താർമിഴി എന്ന് പറയുന്ന പേരിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ. ബിക്കോസ് നമ്മൾ കുറച്ചൊരു ആൾക്കാരിലേക്ക് എത്തിയൊരു പേരാണ്, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ചെന്താർമിഴി. അപ്പോൾ ഈ ഒരു ഓഡിയൻസിന് ഒരു പേര് കിട്ടുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ലേ എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ചെന്താർമിഴിയിൽ പോവാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ബട്ട് ലേറ്റർ ഓൺ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ചെന്താർമിഴി
അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. ബിക്കോസ് ചെന്താർമിഴിയിൽ നമ്മളുടെ ഒരു കണ്ടൻസ് എന്ന് പറയുന്നത് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇടാറുണ്ട്. ഞാനൊരു ഡാൻസറാണ്, ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് വരാറുണ്ട്. നമ്മളുടെ വ്ളോഗിങ്, അതേപോലെ തന്നെ ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ആൻഡ് നമ്മളുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് പോലും നമ്മൾ ചെന്താർമിഴിയിലാണ്. ചെന്താർമിഴി എന്ന് പറയുന്നത് ആക്ച്വലി ഐഷു ആണ് ആ ബ്രാൻഡിന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമ്മുടെ ഒരു ബിസിനസിന്റെ പേരല്ല ചെന്താർമിഴി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് നമ്മുടെ ബിസിനസ്സിന് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് നമ്മൾ എത്തി. അപ്പോൾ കുറച്ചുകൂടി ക്യാച്ചിങ് ആയിട്ട് നമുക്ക് എന്ത് പേര് ഇടാം എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഡിസ്കസ്. ഞാൻ പറയും, ഇതിൽ ഓരോ ഘട്ടത്തിലും ഇതൊരു മ്യൂച്വൽ കോൺവെർസേഷൻ്റെയും ഡിസിഷൻ്റെയും തീരുമാനം അല്ലേ, അങ്ങനെ ഒരു ബ്രാൻഡാണ് ഐത്താര അറ്റേലിയർ. ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആവുകൊണ്ട് ഞാൻ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയല്ല. അതിപ്പോൾ നമ്മുടെ എല്ലാ ബിസിനസ്സും അങ്ങനെ നമ്മളുടെ ഡിസ്കഷൻസ് ബിസിനസ് എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ. ബട്ട് എന്താ വെച്ചാൽ ഈ ഒരു ബ്രാൻഡിൽ നമ്മൾ ഇടുന്ന ഇൻപുട്ടാണ് ഞാൻ പറയുന്നത് മ്യൂച്വൽ ആണ്. ലൈക്ക് രണ്ടുപേരും ഇതിൻ്റെ എന്താ പറയുക പുറകിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു 2 പാത്ത് ഉണ്ട്. ബട്ട് ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഐത്താര അറ്റേലിയറിൻ്റെ ഇതിലേക്ക് വന്നില്ല. അപ്പോൾ ഐത്താര അറ്റേലിയർ എന്ന് പറയുന്നത് ഒരു സാരി ആൻഡ് ജ്വൽ. നമ്മൾ ഫസ്റ്റ് സാരി മാത്രമേ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് പറഞ്ഞത്. ഐഷുവിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സാരീസ് ആണ്. സാരീസ് ഐഷു അധികം സാരികൾ ഉടുക്കാറില്ലെങ്കിലും ഐഷു എവിടെ പോയാലും കണ്ണെത്തുന്ന, അതായത് ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒന്ന് പോയി പരതുന്ന ഒരു സെക്ഷനാണ് സാരി സെക്ഷൻ. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സാരീസ് കണ്ടു കഴിഞ്ഞാൽ അത് എപ്പോഴും ഐഷു വാങ്ങിക്കാറുണ്ട്. കുറച്ച് കാച്ചിങ് ആയിട്ടുള്ള വല്ല സാരീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അതെ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു ഇൻട്രസ്റ്റിനെ ചിലർക്ക് എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അത് യൂസ്ഫുൾ എന്ന് ഞാൻ പറയണില്ല. മേ ബി അവർക്കും അത്തരത്തിലുള്ള സാരികൾ കിട്ടാനുള്ളൊരു ആവുമല്ലോ നമ്മളുടെ ഈ ഒരു വെഞ്ചർ അല്ലേ. നമ്മൾ കാണുന്ന കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന സാരീസ്, അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് സാരീസ് ആണ് നമ്മൾ നമ്മുടെ ഈ ബ്രാൻഡിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ, കംപ്ലീറ്റ്ലി ഹാൻഡ് പിക്ഡ് ആയിരിക്കും നമ്മൾ. ആൻഡ് ബാക്കി ഞാൻ ഇങ്ങനെ പറയണില്ല ബാക്കി എൻ്റർപ്രണേഴ്സിൻ്റെ പോലെ, കാരണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് ഈ ബിസിനസ് ഫീൽഡ്. എസ്പെഷ്യലി സാരി ആൻഡ് ഓർണമെൻറ്റ്സ് ഒരുപാട് വീട്ടമ്മമാരും ഇനി പാർട്ട് ടൈം പോലെയൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നൊരു മേഖലയാണ് ഈ ഒരു ജ്വല്ലറി ആൻഡ് സാരി ബിസിനസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് എന്തിനിറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമാണ്. ആൻഡ് ഒരുപാട് എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ഫ്രീക്വൻ്റ്ലി ഡ്രോപ്പുകൾ ഉണ്ടാവുമോ എന്ന് ഞാൻ പറയണില്ല. ബട്ട് നമ്മൾ പോയി സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാരികൾ, അതാ ഞാൻ പറഞ്ഞത്, റിയലി കംപ്ലീറ്റ്ലി ദിസ് ഇസ് ഹാൻഡ് പിക്ഡ്. ഞാൻ സെലക്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും. ഞങ്ങൾ തന്നെയാണ് പോയിട്ട് സ്റ്റോക്ക് എടുക്കുന്നത്. ആൻഡ് പ്രത്യേകം ഞാനൊരു കാര്യം കൂടി മെൻഷൻ ചെയ്യാണ്, നമ്മൾക്ക് പ്രീ ബുക്കിംഗ് എന്നുള്ളൊരു സംഭവം നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഒരു ബ്രാൻഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ചിന്തിച്ചിട്ടില്ല. ഇനി നമ്മൾ അറിയില്ല, നമുക്ക് പോകുമ്പോൾ നമുക്ക് പല മാറ്റങ്ങളും വരും. ബട്ട് ആസ് ഇഫ് നൗ നമ്മൾ അങ്ങനെ ഒരു സംഭവമില്ല. സ്റ്റോക്ക് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കൊണ്ടുവന്ന സ്റ്റോക്ക് എത്രയാണോ അത് മാത്രം, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നമ്മളുടെ ഒരു സോഴ്സിൽ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ഓർഡർ എടുക്കുന്നില്ല. നമ്മളുടെ കയ്യിൽ എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഓർഡർ സ്വീകരിക്കുള്ളൂ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാരീസും നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുള്ളൂ. പോയിന്റിലോട്ട് എത്തിയില്ല. അപ്പോൾ ഐത്താര അറ്റേലിയർന്ന് ഞങ്ങളുടെ ഡിസ്കഷനിൽ നമ്മൾ ആദ്യം ശരിക്കും ഐത്താര എന്നുള്ള പേര് വന്നിട്ടില്ല, അറ്റേലിയർ എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ
കടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് റൈമിംഗ് ആയിട്ട് നമുക്ക് റൈമിംഗ് എന്ന് മാത്രമല്ല കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ എന്നും പറയാൻ പറ്റില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെ വേണം നമ്മുടെ ബ്രാൻഡിന് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഒരു കാച്ചി ആവണം, എന്നാലിട്ട് നല്ല കേട്ട് പരിചയമില്ലാത്തൊരു പേരും ആവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ പേര് കണ്ടുപിടിച്ച ഉടനെ തന്നെ ഞങ്ങളുടെ പാരൻസിനോട് 2 വീട്ടിലും നമ്മൾ ഈ പേര് പ്രസന്റ് ചെയ്തു. അപ്പോൾ അവർക്കത് ആദ്യം കേട്ടപ്പോൾ എന്നുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു. അതെന്താ അവർക്ക് ആദ്യം അതങ്ങനെ കിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനെന്തോ ഒരു പ്രത്യേകത ഉണ്ട്, ഐത്താര അറ്റേലിയർ. ആർക്കും അങ്ങനെ പെട്ടെന്ന് എന്താ പറയാ കാച്ചിങ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം എന്താണെന്ന് പെട്ടെന്ന് കിട്ടാത്തൊരു പേരാണ്. അതെ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഓക്കെ, നമ്മളുടെ മനസ്സിൽ ഈ പേരിനെ മാറ്റി വേറൊരു പേര് നമുക്ക് പിന്നെ പ്ലേസ് ചെയ്യാനും പറ്റില്ല. സോ വി ഫിക്സ്ഡ് വിത്ത് ഐത്താര അറ്റേലിയർ. അപ്പോൾ അതൊക്കെയാണ്. ഇപ്പം ഐത്താര അറ്റേലിയർ എന്താണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ പറയണം ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ൻ്റെ കാര്യം ഞാൻ പറയാം. നമ്മൾ ഇന്നലെയാണ് May 7th. അതെ, May 7th ആയപ്പോൾ നമ്മുടെ 1 month കംപ്ലീറ്റ് ചെയ്തിട്ട് മന്ത് 7th നമ്മൾ ഈ ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. നമ്മൾ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ നമ്മൾ വെബ്സൈറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി ഈസി ആവും. നമുക്കൊരു ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് വഴിയൊക്കെ ഓർഡർ എടുക്കണേക്കാട്ടിലും വളരെ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ സെക്യൂർ, അതായത് പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും ഓർഡർ ജനറേഷൻ ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് വഴി നമുക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും പേഴ്സണലി ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു വാട്സാപ്പ് ഓർ ഇൻസ്റ്റഗ്രാം വഴി പർച്ചേസ് ചെയ്യാനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ വിശ്വസ്തത തോന്നുന്ന ഒരു വെബ്സൈറ്റ് വഴി, അതായത് വെബ്സൈറ്റ് വഴി ആവുന്ന സമയത്ത് നമ്മളൊരു പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ട്രാൻസ്പാരൻസി ഉണ്ടാവും. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തത്. ആൻഡ് വെബ്സൈറ്റും നമ്മൾ തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മുടെ വെബ്സൈറ്റ്സ് റൺ ചെയ്യുന്നത്. ഒരു എൻജിനീയർ കൂടെ ഉണ്ടെങ്കിലുള്ള ഗുണങ്ങളാണ് കേട്ടോ ഇത്. വിചാരിച്ച ആരും പോയി ജോക്സ് അപ്പാർട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഈ ബിസിനസ് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ രണ്ടാളുടെയും കയ്യിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നിലും ഒരു തേർഡ് പാർട്ടിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. ആൻഡ് കുറച്ച് കാലത്തിന് അത് വേണ്ടാന്ന് തന്നെയാണ് നമ്മളുടെ തീരുമാനം. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബിസിനസ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയും. ഇപ്പം ഇൻ്റർവ്യൂ മാറി നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. അതെ, അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ നമ്പേഴ്സാണ് നമ്മൾ, നമ്പേഴ്സും എമൗണ്ടും. അതെ, എമൗണ്ടും വളരെ കുറവ് എമൗണ്ടിന് നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസ് മാത്രം കൊണ്ടുവന്ന് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഫസ്റ്റ് നമ്മളുടെ ടേസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, നമ്മുടെ ടേസ്റ്റ് തന്നെയാണോ. ആൻഡ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ അത്ര പരിചിതരുമല്ല. അതെ, നമ്മൾ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ പരിചിതരല്ല. നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സാരീസും പർച്ചേസ് ചെയ്യുക എന്നല്ലാണ്ട് നമ്മളതൊരു ബിസിനസ് രീതിയിൽ നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയത് കാരണം നമ്മൾ ആകെ കുറച്ച് പീസസ് വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊരു 10 വെറൈറ്റി സാരീസ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് എടുക്കുന്നത്. 10 ടൈപ്പ് ഓഫ് സാരീസിലാണ് നമ്മൾ ഇനീഷ്യൽ സ്റ്റോക്ക് എടുത്ത് വരുന്നത്. അതിൽ ലിമിറ്റഡ് പീസസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമ്മൾ ഓരോ സാരി ലോഞ്ച് ചെയ്തപ്പോഴും നമ്മളുടെ ഫോളോവേഴ്സ്, നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണല്ലോ ലോഞ്ച് ചെയ്തത്, ഫോളോവേഴ്സ് അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങി. ആ എൻക്വയറീസും നമുക്ക് ആ ഇനീഷ്യലി നമ്മുടെ ഫീഡ്ബാക്ക് തന്നെ പറയാം. എൻക്വയറീസ് ഉള്ളത്
നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് എങ്ങനെ നമ്മുടെ ഈ ഒരു ബിസിനസ് ആളുകളിലോട്ട് എത്തുന്നു, അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് കിട്ടുകയാണ് നമ്മുടെ ഈ ഒരു എൻക്വയറീസ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുകൊണ്ടാണ് അവര് അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്കൊരു ധൈര്യം വന്നത്, ഓക്കെ ഇത് ആളുകളിലേക്ക് റീച്ച് ആവുന്നുണ്ട് എന്ന്. വളരെ ഷോർട്ട് സ്പാനിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു 1 month ആയിട്ടേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ May 7th നമുക്ക് 1 month കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്പാനിൽ നമുക്ക് കുറേ സ്റ്റോക്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് റൺ ഔട്ട് ആയി. അതിൽ തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ പീസ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് സ്റ്റോക്ക് 24 hours ഉള്ളിലാണ് നമുക്ക് സ്റ്റോക്ക് ഔട്ട്. അതെ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു ജേണിയാണ് നമുക്ക് ഇതിനുള്ളൊരു ധൈര്യം തന്നത്. ഓക്കെ, ഇനി ഇത് പിന്നിൽ, അതെ, ഇനി ഇതിന്ന് പിന്നോട്ട് ഇല്ല, നമുക്ക് ലെറ്റ്സ് ഗോ വിത്ത്. നമ്മളിത് വലിയൊരു ബിസിനസ് ആക്കി ഇതാക്കുന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാധനങ്ങൾ ഹാൻഡ് പിക്ഡ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ വലിയൊരു വെഞ്ചർ ആയിട്ടല്ല നമ്മൾ ഇതൊരിക്കലും. അങ്ങനെ സക്സസ് ആവട്ടെ, സന്തോഷം. ബട്ട് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഇതിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അതെ, ഇതിപ്പോ നിങ്ങൾ ഇത്രയും എനിക്ക് കൺവേ ചെയ്യാനുള്ളൂ. എൻ്റെ ഒരു ഇൻട്രസ്റ്റിന് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്നേഹം അല്ലേ, അത് ഈ ഒരു ബിസിനസ്സിലൂടെ എനിക്കിതിനൊരു ബിസിനസ് എന്ന് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ ഒരു. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഐഷു ഒരു ഡോക്ടറാണ്. അപ്പോൾ ഐഷുവിൻ്റെ ആ പ്രൊഫഷൻ ഐഷു കൊണ്ട് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഐഷുവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോബി എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഐഷു ഒരു ബിസിനസ് തുടങ്ങുന്നത്. ഹോബി എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ഒരു ബിസിനസ്സിനെ, ബട്ട് ഐഷുവിൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് തുടങ്ങുന്ന ഒരു ബിസിനസ് മാത്രമാണ്. അതെ, കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ തരണത് എന്താന്ന് വെച്ചാൽ, ഐഷു അല്ലെ ഐശ്വര്യ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ പല രീതിയിൽ അറിയുന്നുണ്ടായിരിക്കും. ലൈക്ക് ഐശ്വര്യ ആസ് എ സിംഗർ, ഐശ്വര്യ ആസ് എ ഡാൻസർ, ബൈ പ്രൊഫഷൻ ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പലർക്കും ഒരു ഷോക്കായിരുന്നു, വൈ ഇൻ ടു എ സാരി ബിസിനസ് വൈ ഇൻ ടു എ ജ്വല്ലറി ബിസിനസ്. അതായിരുന്നു എല്ലാവരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലല്ല ഞാൻ പറയുന്നത്, പുറത്ത് നിന്ന് നോക്കി കാണുമ്പോൾ പുറത്തുനിന്ന് നമ്മളെ അറിയാവുന്ന കുറച്ച് പേര് ഈ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ആസ് എ ഡോക്ടർ നമ്മളുടെ, ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ വരുന്ന ഒരു കാര്യമേ അല്ല. Because like being a doctor, it's a service. It's never going to be a service. ഒരു ബിസിനസ് ആയിട്ട് ഒരിക്കലും ഒരു മെഡിക്കൽ പ്രൊഫഷനെ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ബിസിനസ് മൈൻഡഡ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അൾട്ടിമേറ്റ്ലി മേ ബി ദിസ് ഇസ് എ സിസ്റ്റം ഓഫ് ബിസിനസ്, ബട്ട് നമ്മളത് റൺ ചെയ്യുന്നത് ആ ഒരു ബിസിനസ് മെന്റാലിറ്റിയിലല്ല ഐഷുവിന്റെ ആ പ്രൊഫഷൻ ഐഷു റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാതെ എന്താ പറയുക, ഞാനൊരു ബിസിനസ് തുടങ്ങി ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് എ ബിസിനസ്, ആ ഒരു രീതിയിൽ ഞാൻ ഓരോന്നിനും കോൺട്രഡിക്ടറി ആയിട്ട് പറയല്ല. ടു ബി വെരി ഫ്രാങ്ക്, ഈ ഒരു പ്രൊഫഷൻ ആണ് എൻ്റെ ലൈഫിൽ ഞാൻ മെയിനായിട്ട് കാണുന്നൊരു കാര്യം, എൻ്റെ പ്രൊഫഷൻ തന്നെയാണ്. സെക്കൻഡായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാനാക്കുന്ന കാര്യങ്ങളാണ് പാട്ട്, ഡാൻസ്, ഫാമിലി എന്നൊക്കെ പറയും. മേ ബി പല ബ്രാൻഡുകൾക്കും ഇതിലും അധികം സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടാവും. ബട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ, നമ്മൾ ഒരു മന്തിൽ എങ്ങനെ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു എക്സ്പെക്ടേഷൻ എന്നല്ല, നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതായത് നമുക്കിതിനെ കുറിച്ച് ഒരു ഇതും ഇല്ല, നമ്മൾ ഈ ഒരു സാരി ബിസിനസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സപ്പോർട്ടിനെക്കാട്ടിലും വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത്. അല്ലാണ്ട്
ഭയങ്കര സപ്പോർട്ട് എന്നല്ല പറയുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും നല്ല വലിയൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പൊ നമുക്ക്. ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളുടെ ഈ ഒരു എല്ലാവർക്കും ചിലർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനൊരു ബിസിനസ്സിലോട്ട് വരുന്നതെന്ന്. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റോടു കൂടി വന്നു, അതിന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി. സോ വി ആർ കണ്ടിന്യൂയിങ് വിത്ത് ദിസ്. അപ്പോൾ എല്ലാവർക്കും ആ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തന്നത് പാരൻസിൻ്റെ സപ്പോർട്ട് എടുത്ത് പറയണം. പിന്നെ ഞങ്ങൾക്ക് മറ്റേ മേലും കീഴും നോക്കാനില്ല എന്നല്ല, ഞങ്ങൾ രണ്ട് വീട്ടിലും ഓരോരുത്തരാവുകൊണ്ട് ഞങ്ങൾക്ക് അതും ഒരു അതിനെ ഞാൻ ഇതാക്കി പറയല്ല, എന്തായാലും പറയാ, ആ ഒരു കുട്ടി സിംഗിൾ ചൈൽഡ് എന്നുള്ളതിനെ ഞാൻ ഭയങ്കര ഒരു പ്രിവിലേജ് ആയിട്ടൊന്നും പറയണില്ല. മേ ബി ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറെന്റ് ആയിരിക്കും. സിംഗിൾ അതൊരു പ്രിവിലേജ് തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് വീട്ടിലെയും സപ്പോർട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ അതാണ് നമ്മളുടെ എന്താ പറയുക, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കോമൺ ആയിട്ടുള്ള ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇപ്പം എന്താ പാരൻസ് തന്നെ പറയാനുള്ളൂ. അതെ, നമ്മുടെ എന്തൊരു നമുക്ക് എന്ത് നമ്മളെ ഐഡിയാസിനാണെന്നുണ്ടെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മുടെ പാരൻസ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ട് അതായത് ഒരു പ്ലാനിങ് ഒന്നും ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മുടെ ഏത് വീഡിയോയും നമ്മളുടെ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത വീഡിയോസ് തന്നെയാണ് നമ്മുടെ എല്ലാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഭാഗമായിട്ടുള്ള എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നന്ദി കൂടി പറയുകയാണ്. ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളൊരുവിധം എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നത് മോസ്റ്റ്ലി യൂട്യൂബ് വഴിയാണ്. പക്ഷെ ഇതിങ്ങനൊരു കാര്യമാവുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആ സമയത്ത് തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാകുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പി മൂഡിലല്ലേ വീഡിയോ ഇടാം. അപ്പം നിങ്ങളോട് കുറച്ചും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു 1 മന്ത് വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് പോകെ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് വഴി നമ്മൾ അറിയിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജസ് കൂടി നിങ്ങൾ എന്താ പറയുക ഫോളോ ചെയ്ത് വെക്കുക. യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം, ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുകളുണ്ട്. നമ്മുടെ കൂടുതലും ഫാമിലി വ്ളോഗുകൾ, ട്രിപ്പുകൾ, അതേപോലെ ടെക് പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇപ്പോൾ കുറവാണ്. ബട്ട് സ്റ്റിൽ ടെക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ നമ്മൾ ഒരുപാട് അൺബോക്സിങ് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന കുറേ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ശ്രീഹരി 16 എന്നുള്ള ചാനലിലാണ്. ശ്രീഹരി എന്നാണ് ചാനലിന്റെ പേര്. ശ്രീഹരി 16 എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ഹാൻഡിലാണ്. അതെ, ആ ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ചെന്താർമിഴിയിൽ നമ്മൾ കൂടുതലും മ്യൂസിക്, ഡാൻസ്, നമ്മുടെ കവേഴ്സ്, ഇനിയിപ്പോൾ പുതിയ അപ്കമിങ് പ്രോജക്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ നമ്മുടെ കവർ സോങ്ങിൻ്റെ റിലീസ് ഉണ്ട്. പിന്നെ മെഡിക്കൽ കണ്ടന്റ്സ്. അതെ, മെഡിക്കൽ കണ്ടന്റ്സ്. അത് ഞാൻ ഈ ഒരു ബിസിനസ്സിൻ്റെ കൂടെ ലൈക്ക് അവർ ബ്രാൻഡിൻ്റെ ഒരു ഇതിൻ്റെ കൂടെ ഞാൻ അതിനെ പറയണില്ല എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ക്ലിനിക്കിൻ്റെ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ വേറെ അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം എന്താ പറയാ, അതിന്റെ ഒരു രണ്ടും കൂടെ മിക്സ്ഡ് അപ്പ് ആയിട്ട് നമ്മൾ പറയുന്നില്ല. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വിശേഷങ്ങൾ നമ്മൾ പറയും. അപ്പൊ അതിന് കുറച്ചും കൂടി ടൈം ഉണ്ട്. നമ്മൾ അതിന്റെ പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിർത്താം, നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനൊരു എൻഡിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ നമ്മുടെ ബ്രാൻഡിനെ പറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ഒന്നും കൂടെ പറയുന്നു, ഐത്താര അറ്റലിയർ എന്നാണ് പേര്.
ആൻഡ് വെബ്സൈറ്റ് www.aitharatelier.com എന്നുള്ള വെബ്സൈറ്റാണ്. രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ താഴെ, രണ്ടിൻ്റെയും ലിങ്ക് അല്ല, വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നത്. ഐത്താര അറ്റലിയറിന് യൂട്യൂബ് പേജ് ഉണ്ട്, നിങ്ങൾ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബട്ട് നമ്മുടെ അപ്ഡേറ്റുകൾ അത്രയും തുടങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ അപ്ഡേറ്റുകൾ നമുക്ക് കുറച്ചും കൂടിയും ആൾക്കാർക്ക് എത്തിക്കാൻ കൂടുതലും ഇൻസ്റ്റഗ്രാം ആണ് നന്നായിട്ട് തോന്നിയത്. നമുക്ക് വാട്സപ്പ് ത്രൂ ഉണ്ട് കേട്ടോ. നമ്മളെ വാട്സപ്പ് ഐത്താര അറ്റലിയറിന്റെ വാട്സപ്പ് നമ്പറും കൂടി നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ നമ്മളുടെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വഴി വേണമെന്നുണ്ടെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് UPI വഴി വേണമെങ്കിൽ ചെയ്യാം, കാർഡ് വഴി വേണമെങ്കിൽ ചെയ്യാം, നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ എല്ലാ മോഡ് ഓഫ് പേയ്മെൻറ്റ്സും ആക്സെപ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ തന്നെയാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. അപ്പോൾ നമ്മളുടെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ. അത് എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റൈൽ ഓഫ് ഇൻട്രോ ആൻഡ് ഔട്ട്രോ 2 ചാനലിലും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് ചെന്താർമിഴിയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.